വാർത്തകൾ വിശദമായി നോക്കാം. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഗൗരവമുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ ഹർജി 5 അംഗ ബെഞ്ച് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. അടിയന്തരമായി 10,000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. കേരളം ഉന്നയിച്ചത് ഭരണഘടനാ വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. ഭരണഘടനയുടെ 293 അനുച്ഛേദ പ്രകാരമാണ് പ്രധാനമായും ഒരു സംസ്ഥാനത്തിന് എത്ര വരെ കടമെടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. 293 അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ വിഷയം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രധാന ഹർജിക്കൊപ്പം അടിയന്തരമായി 10,000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. കേരളത്തിന് ഇടക്കാല ആശ്വാസം നൽകിയെന്നും കോടതി ഇടപെടലിലൂടെ 13,608 കോടി വായ്പയെടുക്കാൻ കഴിഞ്ഞതായും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഒരു വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടെ അന്തിമ തീരുമാനമാകുന്നത് വൈകും. കഴിഞ്ഞ മാസം ആദ്യം കേസ് പരിഗണിച്ച് സുപ്രീം കോടതി കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകി ഉത്തരവിട്ടിരുന്നു. ബാക്കി കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത്. കടമെടുപ്പിൽ വെട്ടിക്കുറയ്ക്കൽ നടന്നെന്നും സംസ്ഥാനത്തിന്റെ കടമെടുപ്പിൽ കേന്ദ്രം കൈകടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.